അപ്പൊ വെൽക്കം ബാക്ക് ഗായ്സ് ടു ഫിലിമി രസം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണപ്പ എന്ന മൂവിയെ കുറിച്ചുള്ള ഒപ്പീനിയൻ റിവ്യൂസ് ആയിട്ടാണ്. സോ നമുക്ക് അധികം ടൈം വേസ്റ്റ് ചെയ്യേണ്ട, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ സിനിമയുടെ സ്റ്റോറി റിവോൾവ് ചെയ്യുന്ന ആക്ച്വലി ഒരു ടോപ്പിക്കിലല്ല, പല പല ടോപ്പിക്കിലാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഈ സിനിമയുടെ ടോപ്പിക് ഒരെണ്ണമാണെന്ന് നമ്മൾ അതിൽ ഫിക്സ് ചെയ്ത് പോകുമ്പോഴേക്കും ഈ സിനിമയിൽ അടുത്ത ടോപ്പിക് വരും. അപ്പൊ അടുത്ത ടോപ്പിക് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോഴേക്കും സിനിമയിൽ വീണ്ടും അടുത്ത ടോപ്പിക് വരും. അപ്പൊ ഓരോ സമയത്ത് ടോപ്പിക്സ് ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണിത്. പക്ഷെ നമുക്ക് സിനിമയുടെ അവസാനം വരെ എത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ ഈ ഫിലിമിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹിന്ദു ഡിവോഷൻ ആണെന്ന്. ഈ സിനിമയുടെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന മുകേഷ് കുമാർ സിംഗ് ആണ്. ഡയറക്ഷൻ ഒരു നല്ല രീതിയിൽ ഒരു ഫ്ലോപ്പ് തന്നെയാണ്. കാരണം ഇത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ല ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്, ക്യാമറ ഓൾസോ. കൂടാതെ നമ്മള് ഇനിയിപ്പോൾ ഈ പടത്തിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം 200 crores ആണ്, 200 കോടി. പക്ഷെ ആ 200 കോടിയുടെ ഒന്നും തന്നെ നമുക്ക് ആ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുകയില്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം. CGI എടുക്കുകയാണെങ്കിൽ CGI വളരെ മോശമാണ്. ഈ ഫിലിമില് ഈ അതായത് ആർമി ഇൻവോൾവ് ആവുന്ന ഒത്തിരി സീനുകളുണ്ട്. ആ സീനുകളിലെല്ലാം CGI ആണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, എല്ലാം വളരെ ലോ ക്വാളിറ്റി CGIയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കൂടാതെ എടുത്തു പറയുന്നത് ഇനി അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് ആയിട്ട് ഇതിനകത്ത് വെറൈറ്റി ആക്ടേഴ്സ് വന്നിട്ടുണ്ട്. മോഹൻലാൽ വന്നിട്ടുണ്ട്, പ്രഭാസ്, കാജൽ അഗർവാൾ, അക്ഷയ് കുമാർ വന്നിട്ടുണ്ട്. വിഷ്ണു മഞ്ജു ആണ് ഇതിന്റെ മെയിൻ സ്റ്റാർ ആയിട്ടുള്ള ആക്ടർ. വിഷ്ണു മഞ്ജു പ്ലേഡ് ദ റോൾ ആസ് തിന്നൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് വിഷ്ണു മഞ്ജു ഇതില് കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ അടുത്ത ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇത്രയും വെറൈറ്റി കാസ്റ്റിംഗ് ഉണ്ടെങ്കിലും ഇവരെ കാസ്റ്റ് ചെയ്തിരിക്കുന്ന റോൾസ് അത് ആർക്കും തന്നെ മാച്ച് ആവുന്നില്ലാത്ത പോലെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതായത് അക്ഷയ് കുമാർ ഈ സിനിമയിൽ ശിവൻ ദൈവമായിട്ടാണ് വരുന്നത്. പക്ഷെ എങ്കിലും നമുക്ക് അക്ഷയ് കുമാറിന് അതൊരു മാച്ചിങ് റോളായിട്ട് നമുക്ക് തോന്നില്ല. മോഹൻലാൽ ഇതിനകത്തൊരു അവതാരമായിട്ട് വരുന്നുണ്ട്, പക്ഷെ അത് മോഹൻലാലിന് ചേരാത്ത ഒരു വേഷം പോലെ നമുക്ക് തോന്നി. കാസ്റ്റിംഗിൽ ആക്ച്വലി ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടത് വിഷ്ണു മഞ്ജു എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. മെയിൻ സ്റ്റാർ ആയിട്ട് ചെയ്യുന്നത് വിഷ്ണു മഞ്ജു ആണ്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ശരിയാണെങ്കിലും ഇറ്റ് വാസ് നോട്ട് പെർഫെക്റ്റ്. പക്ഷെ പ്രഭാസ് ചെയ്തിരിക്കുന്ന റോൾ വളരെ നല്ല രസം തോന്നി. പ്രഭാസ് ഒരു പ്രത്യേക ഓറ ഈ സിനിമയിൽ ഡയറക്ടർ ആൻഡ് സ്റ്റോറി ലൈൻ കൊടുത്തിട്ടുണ്ട്. പ്രഭാസിന്റെ എല്ലാ സീൻസും വളരെ നല്ലോണം തന്നെ നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ മെയിൻ ആക്ട്രസ് ലീഡ് ചെയ്യുന്നത് പ്രീതി മുകുന്ദനാണ്. ഒരു ആവറേജ് അബവ് പെർഫോമൻസ് പ്രീതി മുകുന്ദൻ ഇതിനകത്ത് പ്ലേ ചെയ്തിട്ടുണ്ട്. വലിയ മോശം എന്ന് പറയാനില്ല, തൊട്ട് ഭയങ്കര അടിപൊളി എന്ന് പറയാനുമില്ല. ഒരു ആവറേജ് ആയിട്ട് തന്നെയാണ് പ്രീതി മുകുന്ദൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ മ്യൂസിക്കിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ഇംപ്രസീവ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. ആക്ച്വലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇതുപോലത്തെ ഒരു ഹൈ ബഡ്ജറ്റ് പടമാകുമ്പോൾ നമ്മൾ ഒബിയസ്ലി ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഓർക്കുമെങ്കിലും ഇത് തിയേറ്ററിനകത്തിരുന്ന് കാണുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു പടം തന്നെയാണ് നമ്മുടെ കണ്ണപ്പ. ഓവറോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇതൊരു ഇറ്റ്സ് ആക്ച്വലി വേസ്റ്റ് ഓഫ് മണി. നമ്മുടെ ടിക്കറ്റ് പൈസ പോകുന്ന തന്നെ പറയേണ്ടി വരും. കാരണം ഒരു മികച്ച ഒരു മേഖലയും തന്നെ നമുക്ക് ഇതിനകത്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയല്ല. ഈ പടം എടുത്തു വെച്ചിരിക്കുന്ന രീതിയിൽ നമുക്ക് ശരിക്കും നമ്മൾ ബുദ്ധിമുട്ടും തിയേറ്ററിൽ ഈ പടം ഫുൾ കണ്ടു തീർക്കാൻ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കണ്ണപ്പ സിനിമയെ പറ്റി പറയാനുള്ളത്. നമുക്ക് നമ്മുടെ ഈ ചാനലിൽ കണ്ണപ്പ മൂവിക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന റേറ്റിംഗ് 3/10 ആണ്. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കേണ്ടെന്ന് വെക്കാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേണമെങ്കിൽ ഇത് പോയി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാം, നിങ്ങൾക്ക് ഈ സിനിമയിൽ അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ. പക്ഷെ അതില്ലാത്തവർ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കണ്ണപ്പ എന്ന ഫിലിമിനെ കുറിച്ച് ഫിലിമി രസത്തിന് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും തിയേറ്റർ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ വ്യൂസ് ആൻഡ് ഒപ്പീനിയൻസ് ആയിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ദിസ് ഇസ് ഓൾ ഫ്രം ഫിലിമി രസം, സൈനിങ് ഓഫ്.